എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വന്ദയയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവാൽ ചൊല്ലിടുവാനായി നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ യെസ് മരിയ, എന്താണ് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, മരിയയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയൻ, അനിയത്തി, അപ്പച്ചൻ, അമ്മച്ചി. ഓ, വീട്ടിലെല്ലാരും പാടുവോ? വീട്ടിലങ്ങനെ ആരും പാടത്തില്ല. പിന്നെയും ഓക്കെ, പാട്ടിനോട് ഭയങ്കര താല്പര്യമൊക്കെ ഉള്ളത് അമ്മയ്ക്കാണ്. കുറച്ചൊക്കെ പാടും അമ്മ. ആണല്ലേ. ഓക്കെ, ഒത്തിരി പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് മരിയയാണ് പാടുന്നതെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. അവരെങ്ങനെ സന്തോഷം പങ്കുവെക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മരിയയുടെ ഒരു സംഗീത വളർച്ച? അല്ലെങ്കിൽ കൊയർ പാടിയാണോ ആരംഭിച്ചതൊക്കെ പാട്ടൊക്കെ? ഞാൻ ഇനീഷ്യലി പാടാൻ തുടങ്ങുന്നത് കാറ്റഗിസം സ്കൂളിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം അവിടെ കുഞ്ഞു കുഞ്ഞു കോമ്പറ്റീഷൻസിനൊക്കെ എന്നെ സിസ്റ്റർമാരൊക്കെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് ഇങ്ങനെ പാട്ട് പഠിച്ച് പാടാനൊക്കെ തുടങ്ങിയത്. ഓക്കെ. പിന്നെ ഇങ്ങനെ പള്ളിയിലെ കൊയറിൽ അങ്ങനെ അതൊരു റുട്ടീനായി. പിന്നെ മരിയ ഏതിടവകയാണ്? എൻ്റെ ഇടവക ചേർപ്പുങ്കലാണ്, പാലരൂപത. പാലരൂപത ഉണ്ണീശോയുടെ പള്ളിയാണോ? ഉണ്ണീശോയുടെ പള്ളിയാണ്. yes, അതെ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണല്ലോ, അതെ, അതെ. തീർത്ഥാടന കേന്ദ്രമാണ്. തീർച്ചയായിട്ടും അവിടെയുള്ളവർക്കൊക്കെ ഒത്തിരി സന്തോഷമായിരിക്കും മരിയ പാടാനുണ്ട് എന്നുള്ളതല്ലേ? അതെ, അതെ. അവിടെ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. യെസ്, യെസ്, അടിപൊളി. എനിക്ക് തോന്നുന്നു മരിയ ശാലോം ടി വിയിലെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ മരിയയ്ക്ക് കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നമ്മുടെ ഹോളി ബീറ്റ്സ് എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് മരിയയുടെ ഒരു ഗ്രാൻഡ് എൻട്രി എന്ന് പറയാം അല്ലേ? കാരണം അതെ, തീർച്ചയായിട്ടും. അതിലൊരു എനിക്ക് തോന്നുന്നു ഒരു ആരാധന യേശുപര എന്ന് പറയുന്ന സോങ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത്. അതെ, അതെ. അതാണ് ഞാൻ ഫസ്റ്റ് പാടുന്ന പാട്ട് ഓ, ഹോളി ബീറ്റ്സിൽ. ഓ, ഓക്കെ, ഓക്കെ. കാരണം അതാണ് ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ്. മരിയ എന്ന് പേര് പറയുമ്പോഴേ എല്ലാവരും ഓർക്കുന്ന ഒരു പാട്ട് അതെ, കൂടിയാണ്. അതെ, അതെ. ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്തൊരു പാട്ടായിരുന്നു അത്. അതെ, ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? Yeah, sure. ഓക്കെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു